നമസ്കാരം. താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിവാദങ്ങളിൽ പ്രതികരണവുമായി ശ്വേതാ മേനോൻ രംഗത്ത്. ആരുടെയും കയ്യിലെ പാവയാകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് താൻ സ്ഥാനം രാജിവെച്ചതെന്ന് അവർ വ്യക്തമാക്കി. തനിക്കൊപ്പം നിന്ന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും ചില കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കേണ്ടത് അനിവാര്യമാണെന്ന് കരുതുന്നതായും ശ്വേതാ മേനോൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. അമ്മയുടെ ഭരണസമിതി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ക്രൈം നന്ദകുമാർ, മാർട്ടിൻ മേനാച്ചേരി തുടങ്ങിയവരെ മുന്നിൽ നിർത്തി തനിക്കെതിരെ വലിയ രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങളും കെട്ടിച്ചമച്ച ആരോപണങ്ങളുമാണ് ചിലർ ഉന്നയിച്ചതെന്ന് ശ്വേതയുടെ ആരോപണം. എന്നാൽ ഇവയെല്ലാം അതിജീവിച്ച് ഭൂരിപക്ഷം വരുന്ന സംഘടനാ അംഗങ്ങളുടെ പിന്തുണയോടെയാണ് താൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. തന്റെ കഴിവിന്റെ പരമാവധി സംഘടനയ്ക്കായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. എന്നാൽ നിർഭാഗ്യവശാൽ മുൻ ഭരണസമിതിയിലെ ചില അംഗങ്ങൾ നടത്തിയ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ തങ്ങൾക്കൊരവസരവും നൽകാതിരിക്കാൻ ചില താൽപര്യ കക്ഷികൾ ആസൂത്രിതമായി ശ്രമിച്ചു. കഴിഞ്ഞ 2 ടീമുകളിലെ അക്കൗണ്ടുകൾ കൃത്യമായി പരിശോധിക്കപ്പെടണം. പൂർണ്ണമായ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിനായി ഒരു ഫോറൻസിക് ഓഡിറ്റ് കമ്മീഷൻ ചെയ്യണമെന്നും ശ്വേത ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് ശേഷവും പുതിയതായി ഇറക്കുമതി ചെയ്ത ചില കഥാപാത്രങ്ങളിലൂടെ തനിക്കെതിരെയുള്ള ദുഷ്പ്രചരണങ്ങളും വ്യക്തിഹത്യാ ശ്രമങ്ങളും തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ശ്വേത കുറിപ്പിലൂടെ മറുപടി നൽകി. എനിക്ക് ഒരു കാര്യം വളരെ വ്യക്തമാക്കാനുണ്ട്. ഞാനൊരു സംഘിയോ കമ്മിയോ അല്ല. BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരോ LDFന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരോ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പോലും ഞാൻ പങ്കെടുത്തിട്ടില്ല. അമ്മയുടെ പ്രസിഡന്റ് ആകുന്നതിന് മുൻപോ ശേഷമോ ഇത്തരം പരിപാടികളിലേക്ക് എനിക്ക് ക്ഷണം ഉണ്ടായിരുന്നിട്ടും ഞാൻ പോയിട്ടില്ല. മറ്റുള്ളവരെല്ലാം ഇത്തരം ക്ഷണങ്ങൾക്ക് പുറകെ ഓടിയപ്പോൾ ഞാൻ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയായിരുന്നു എന്നും ശ്വേത പറയുന്നു. വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ അടുത്ത ഭാഗങ്ങളിലായി വ്യക്തമാക്കുമെന്ന സൂചനയോടെയാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ശ്വേതാ മേനോന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: അമ്മയുടെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ക്രൈം നന്ദകുമാർ, മാർട്ടിൻ മേനാച്ചേരി പോലുള്ളവർ മുന്നിൽ നിർത്തി തനിക്കെതിരെ ദുഷ്പ്രചരണങ്ങളും കെട്ടിച്ചമച്ച ആരോപണങ്ങൾ നടത്തി. പുതിയതായി ഇറക്കുമതി ചെയ്ത ചില കഥാപാത്രങ്ങളിലൂടെ വീണ്ടും ദുഷ്പ്രചരണങ്ങളും കെട്ടിച്ചമച്ച ആരോപണങ്ങളും വ്യക്തിഹത്യാ ശ്രമങ്ങളും തുടരുകയാണ് എന്ന് ശ്വേത പറയുന്നുണ്ട്. നേരത്തെ കുറ്റാരോപിതർ സംഘടന പിടിച്ചടക്കുന്നതായും അജണ്ടയുടെ ഭാഗമായി ചിലർ നീക്കം നടത്തുന്നതായും ശ്വേത രാജിവെച്ച ശേഷം പ്രതികരിച്ചിരുന്നു. ശ്വേതയുടെ സഹഭാരവാഹികളും സ്ഥാനം രാജിവെച്ചിരുന്നു. ആഗസ്റ്റ് 15-നാണ് ശ്വേത പ്രസിഡന്റായുള്ള കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഞാനും എന്റെ കമ്മിറ്റിയും രാജിവെച്ചു. ഞാൻ വ്യക്തിപരമായി അമ്മയുടെ അംഗത്വവും രാജിവെച്ചു. കുറ്റാരോപിതരുടെ കൈകളിലേക്ക് അമ്മ പോകാനുള്ള ശ്രമം നടത്തുന്നതായി പണ്ട് തൊട്ട് സ്ത്രീകൾ പറഞ്ഞതുപോലെ ഇന്ന് എനിക്കും തോന്നുന്നു. നമ്മുടെ രജിസ്ട്രേഷൻ ഈ ഭാഗത്തായിരുന്നു. എന്നാൽ മിക്ക ആൾക്കാരെയും വലിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പുവെപ്പിച്ചു. അജണ്ട വെച്ച് നമ്മളെ പുറത്താക്കാൻ നോക്കി. എനിക്ക് വ്യക്തിത്വമുണ്ട്. പറയാനുള്ള കാര്യം ഞാൻ തുറന്നു പറയും. അമ്മയുടെ കമ്മിറ്റിയിലെ ട്രഷറർ ഒളിവിലായിരുന്നു. മെയ് 1-ാം തീയതി അദ്ദേഹം പോയി. അന്ന് അമ്മ സ്റ്റാഫ് പുറത്താക്കപ്പെടുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തപ്പോൾ ഒരു ഇമെയിൽ പോലും നൽകാതെ ഓടിപ്പോയി എന്ന് തന്നെ പറയാം. അതിനാൽ കണക്കുകൾ തീർക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. ഞങ്ങൾ ചുമതലയേറ്റ സെപ്റ്റംബർ 1-ാം തീയതി തൊട്ടുള്ള എല്ലാ കണക്കും ക്ലിയർ ആണ്. എന്നാൽ തൊട്ടു മുമ്പുള്ള ബാബുരാജു ചേട്ടൻ ചെയ്ത കമ്മിറ്റിയിൽ ഒരുപാട് കുഴപ്പമുണ്ട്. ഇതുവരെ ഞാൻ ഒന്നും പുറത്തു പറഞ്ഞില്ല. ഇന്ന് ഞാൻ അംഗത്വം രാജിവെച്ചതിന്റെ ആശ്വാസമുണ്ട്. പാവയാകാതെ ഈ സംഘടനയെ ഓടിക്കാൻ പറ്റില്ല. ഞാൻ പാവയല്ല എന്നായിരുന്നു ശ്വേത അന്ന് നടത്തിയ പ്രസ്താവന. ഇന്നലെ സംഘടനയുടെ ട്രഷറർ ഉണ്ണി ശിവപാൽ മാനസികമായി പീഡിപ്പിച്ചെന്നും ജോലിയിൽ നിന്ന് അകാരണമായി പുറത്താക്കിയെന്നും കാണിച്ച അമ്മയുടെ ഫ്രണ്ട് ഓഫീസ് ജീവനക്കാരി അതുല്യ കഴിഞ്ഞ മെയ്യിൽ സിറ്റി പോലീസ് കമ്മീഷണർക്കും ലേബർ ഓഫീസർക്കും അടക്കം പരാതി നൽകിയിരുന്നു. അതിന് പിന്നാലെ 2 അംഗങ്ങൾ മാത്രം ചേർന്ന് അതുല്യെ പുറത്താക്കിയ തീരുമാനം തെറ്റാണെന്ന് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിലപാടും എടുത്തിരുന്നു. ആരോപണ വിധേയനായി ഉണ്ണി ശിവപാലിന് നിർബന്ധിത അവധി നൽകിയതായും അന്ന് ശ്വേതാ മേനോൻ പറഞ്ഞിരുന്നു. എന്തായാലും അമ്മയിൽ വീണ്ടും കലഹം തുടരുകയാണ്. പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ശ്വേതാ മേനോൻ രാജിവെച്ചിരുന്നു. എന്നാൽ തനിക്ക് നേരിട്ടിരുന്ന പ്രതിസന്ധികൾ അത് ഓരോ ഘട്ടങ്ങളായി സാമൂഹിക മാധ്യമത്തിൽ കുറിക്കുമെന്ന് തന്നെയാണ് ശ്വേത വ്യക്തമാക്കുന്നത്.